അള്ളാഹുവിന്റെ വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം, നിസ്കാരത്തിന് മുൻഗണന കൊടുക്കണം. ഖുർആൻ ഇല്ലാത്ത ദിവസങ്ങൾ ഉണ്ടാകരുത്. ഒരൽപ്പമെങ്കിലും ഖുർആൻ നമ്മൾ ഓതണം. ഇമാം നബവി റളിയല്ലാഹു അൻഹു അത്തിബിയാനിൽ രേഖപ്പെടുത്തുന്നത് കാണാം. സലഫു സാലിഹുകളുടെ ഖത്മുകൾ പരിചയപ്പെടുത്തുന്നിടത്ത് വഅൻ ബഅദിഹിം കാനൂ യഖ്തുമൂനൽ ഖുർആന ബികുല്ലി ശഹ്റൈൻ. അബൂ ദാവൂദ് തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ തുടങ്ങുന്നത് അങ്ങനെയാണ്. സച്ചരിതരായ ആളുകളിൽ ചില ആളുകളുണ്ട് 2 മാസം കൂടുമ്പോഴെങ്കിലും ഒരു ഖത്മ് തീർക്കുന്നവരാണ്. സുബ്ഹാനല്ലാഹ്. മണിക്കൂർ സമയം നമുക്ക് ഒരു ദിവസം ഉണ്ടായാൽ 15 മിനിറ്റ് സമയം മാത്രം മാറ്റിവെച്ചാൽ ഒരു അര ജുസ് ഓതാമല്ലോ. അങ്ങനെ ഓതിയാൽ 2 മാസത്തിൽ ഒരു ഖത്മ് നമുക്ക് തീർക്കാമല്ലോ. നമ്മളുടെ പ്രാധാന്യം അതിന് വേണ്ടത്ര ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നല്ല നല്ല അമലുകൾ വേണം. ദിക്റിന്റെ മജ്ലിസുകളിൽ ഉണ്ടാകണം. റാത്തിബത്തുൽ ഹദ്ദാദ് ചൊല്ലണം. അഇമ്മത്ത് നമുക്ക് നിർദ്ദേശിച്ചിട്ടുള്ള ദിക്റുകൾ ചൊല്ലണം. നമ്മുടെ അഭിവന്യരായ ഉസ്താദുമാർ നിർദ്ദേശിച്ചിട്ടുള്ള ദിക്റുകൾ ചൊല്ലണം. സ്വലാത്തുകളിൽ ഏർപ്പെടണം. ബിമദ്ഹിൽ മുസ്തഫ തഹിൽ ഖുലൂബ് വതുഗ്തഫറുൽ ഖതായാ വദ്ദുനൂബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് ചത്തുപോയ ഖൽബ് ഹയാത്താക്കാനുള്ള മരുന്നാണ്. തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ ഖൽബിലേക്ക് കടക്കാത്ത എല്ലാം കടന്നു കിട്ടാനുള്ള വഴിയാണ്. അഇമ്മത്ത് രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് 2 മാർഗങ്ങളിലൊന്ന് നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ ശൈത്താനിയത്ത് നമ്മുടെ ഖൽബിൽ നിന്ന് പോയി കിട്ടാൻ, വേണ്ടാത്തരങ്ങൾ മാറിക്കിട്ടാൻ ഔലിയാക്കളോട് സാലിഹീങ്ങളോടുള്ള മുജാലസത്ത് വേണം, സാലിഹീങ്ങളോടുള്ള സഹവാസം വേണം. ഒരുപാട് അഇമ്മത്ത് അതിനെപ്പറ്റി രേഖപ്പെടുത്തുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വലിയ നേട്ടങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട അബൂദർദാ റളിയല്ലാഹു അൻഹു, അതുപോലെ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഒക്കെ പറയുന്നത് കാണാം. ലൗലൽ ഖിയാമു ബിൽ അസ്ഹാരി വസുഹ്ബത്തുൽ അഖിയാരി മാ അഖ്തർതുൽ ബഖാഅ ഫീ ഹാദിഹി ദാർ മഖ്തർതുൽ ബഖാഅ ഫീ ഹാദിഹി ദാർ. സാലിഹീങ്ങളോടുള്ള സഹവാസം ഈ ലോകത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ലോകം തെരഞ്ഞെടുക്കില്ലായിരുന്നുവെന്ന്, ജീവിക്കാൻ ഇഷ്ടപ്പെടുമായില്ലായിരുന്നുവെന്ന് അയിമ്മത്ത് ഉദ്ധരിക്കുന്നത് ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അജണ്ട സാലിഹീങ്ങളോടുള്ള ബന്ധമാകണം. അത് വഫാത്തായ ഔലിയാക്കളോടാണെങ്കിലും അവരുടെ സാന്നിധ്യത്തിൽ ചെന്നു നിന്നാൽ അവരെ നോട്ടം നമുക്ക് ലഭിക്കും. അവരൊന്ന് നന്നായി ഒരു നോക്ക് നോക്കൂകിൽ അതിനാൽ വലിയ നീലനക്കൊടുത്തോവാർ. അത്ഭുതങ്ങൾ സംഭവിക്കുന്ന നോട്ടമാണ് ആ ഔലിയാക്കളുടെ നോട്ടം. അവരെ ദുആയും ബറക്കത്തും ലഭിക്കണോ? അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതൂകിൽ അവരെ ദുആയും ബറക്കത്തുമെത്തുമേ. ഇസ്മായിൽ ഹിഖി റഹിമഹുല്ലാഹ് അവിടുത്തെ തഫ്സീറിൽ ഓർമ്മപ്പെടുത്തുന്ന ഒരൊറ്റ സംഭവം പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ ഓർമ്മപ്പെടുത്തുന്നത് കാണാം. സുബ്ഹാനല്ലാഹ്. ഇസ്മായിൽ ഹിഖി തങ്ങൾ പറയാണ്, മദീനയിൽ വല്ലാത്ത തെറ്റ് ചെയ്ത് നടന്നിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. എല്ലാ തെമ്മാടിത്തരങ്ങൾക്കും നേതൃത്വം നൽകി നീങ്ങുന്ന ഒരു മനുഷ്യൻ, എല്ലാ വേണ്ടാത്തരങ്ങളുടെയും നേതാവ്. അഹ്മദ് ബിൻ യസീദ് അൽ കാത്തിബ് എന്നാണ് അയാളുടെ പേര്. മദീനത്തെ പള്ളിയിൽ ഔലിയാക്കളുടെ നേതാവായ ഗൗസുൽ ആലമിന്റെ മശായിഖുമാരുടെ പരമ്പരയിൽ വരുന്ന സിർറിയുസ് സഖത്തി റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ നിന്ന് ക്ലാസ് എടുക്കുമ്പോൾ അവിടുന്ന് ഒരു വാക്ക് ക്ലാസിനിടയിൽ പറഞ്ഞു, അജബൽ ലിദഈഫിൻ യഅസി ഖവിയ്യ. ബലഹീനനായ മനുഷ്യന്റെ കാര്യം അത്ഭുതമാണ്. യജമാനനായ റബ്ബിന് അവൻ എങ്ങനെയാ തെറ്റ് ചെയ്യുന്നത് എന്ന ഒരു വാക്ക് പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ. അപ്പൊ അതിന്റെ മുമ്പിലൂടെ ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ പാസ് ചെയ്തു പോകുന്നുണ്ട്.
ഇത് കേട്ടപ്പോ അവിടെ സ്റ്റോപ്പായി. ബഹുമാനപ്പെട്ടവര് എന്താ പറഞ്ഞത് എന്ന അത്ഭുതത്തോടെ ആ വാക്ക് അദ്ദേഹത്തെ സ്ട്രൈക്ക് ചെയ്തു. അയാൾ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. പിന്നെ ആരുമില്ലാതെ അദ്ദേഹത്തിന്റെ 2 പരിചാരകരെയും കൂട്ടിയിട്ട് സിർറി യൂസുഫ് തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പിറ്റേ ദിവസം പറഞ്ഞു, സമിഅതു ഖൗലക ബിൽ അംസ്, ഇന്നലെ നിങ്ങൾ പറഞ്ഞ വാക്ക് ഞാൻ കേട്ടു. അജബൽ ലിദഈഫിൻ യഅസി ഖവിയ്യ, ബലഹീനനായ മനുഷ്യന്റെ കാര്യം എന്തൊരു അത്ഭുതമാണ്. അവന് യജമാനനായ റബ്ബിന് തെറ്റ് ചെയ്യുകയാണോ എന്ന് അങ്ങ് പറയുന്നത് ഞാൻ കേട്ടു. ഫമാ മഅനാ, എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരോ എന്ന് ചോദിച്ചപ്പോൾ സിർറി യൂസുഫ് തങ്ങൾ പറഞ്ഞു, ബലഹീനനായ മനുഷ്യൻ റബ്ബിനോട് എങ്ങനെ തെറ്റ് ചെയ്യാ എന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തെറ്റ് ചെയ്യാൻ ഒരു മനുഷ്യൻ എങ്ങനെ കഴിയാ എന്നെ അതുകൊണ്ട് ഉദ്ദേശിച്ചു. മനുഷ്യൻ എത്ര ബലഹീനനാണ്, ഉദ്ദേശിക്കുന്നത് നേടിയെടുക്കാൻ മനുഷ്യന് കഴിയൂല, വേണ്ടാത്തൊരു രോഗം മാറ്റാൻ വേണ്ടി മനുഷ്യന് കഴിയൂല. ഇങ്ങനെ ബലഹീനനായ മനുഷ്യൻ യജമാനനായ റബ്ബിനോട് തെറ്റ് ചെയ്യാണോ? ഇത് കേട്ടപ്പോ അയാൾ ഇറങ്ങിപ്പോയി. പിറ്റേ ദിവസം ആരുമില്ലാതെ ഒറ്റക്ക് സിർറി യൂസുഫ് തങ്ങളുടെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് ബഹുമാനപ്പെട്ട സിർറി യൂസുഫ് തങ്ങളോട് ചോദിച്ചു, കൈഫ ത്വരീഖു ഇലല്ലാഹ്, എനിക്ക് നന്നാവണമെന്നുണ്ട്, അതിന്റെ വഴി എന്താന്ന് ചോദിച്ചു. ബഹുമാനപ്പെട്ട സിർറി യൂസുഫ് തങ്ങൾ പറഞ്ഞു, അതിന്റെ വഴി സുന്നത്തായ നോമ്പ് പകല് നോൽക്കുക, രാത്രി ധാരാളം സുന്നത്ത് നിസ്കരിക്കുക, അള്ളാഹുവിനോട് അടുക്കണമെങ്കിൽ സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക. സിർറി യൂസുഫ് തങ്ങൾ ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാ സലക്തു ഇല്ലാ അസ്ഹബ തുറുഖ്, ഇതെന്തൊരു പ്രയാസകരമായ വഴിയാണ്, എന്നെ കൊണ്ട് കഴിയും തോന്നണില്ല എന്നും പറഞ്ഞിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോയതാ. പിന്നെ ആളെ കാണാനില്ല. അദ്ദേഹത്തിനാകട്ടെ ചെറുപ്പക്കാരിയായ ഒരു ഭാര്യയുണ്ട്, ഒരു ചെറിയ കുഞ്ഞുമുണ്ട്. കാണാതെ വന്നപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിച്ചപ്പോൾ ആരോ പറഞ്ഞു, അദ്ദേഹം സിർറി യൂസുഫ് തങ്ങളുടെ അടുത്ത് പോയിട്ടുണ്ട്, അതിനുശേഷമാണ് കാണാതായത്. കുടുംബക്കാർ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു. സിർറി യൂസുഫ് തങ്ങൾ കാര്യം പറഞ്ഞു കൊടുത്തു. അദ്ദേഹം എന്റെ അടുത്ത് വന്നിരുന്നു, ഇങ്ങനൊക്കെ ചോദിച്ചു, ഞാൻ ഇങ്ങനൊക്കെ പറഞ്ഞു കൊടുത്തു, പിന്നെന്താ ആയത് നിനക്കറിയൂല. മാ ഫുഇല അഹ്മദ് ബിൻ യസീദുൽ കാത്തിബ്, അവർ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തോ ചെയ്തതാണോ എന്ന് ചോദിച്ചു. അവര് പറഞ്ഞു, ഇനി നിങ്ങളടുത്ത് വരികയാണെങ്കിൽ നിങ്ങൾ വിവരം അറിയിക്കണം. ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ സിർറി യൂസുഫ് തങ്ങൾ രാത്രി വീട്ടിലിരിക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ കയറി വന്നിട്ട് സിർറി യൂസുഫ് തങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് അങ്ങ് ചുംബനം കൊടുത്തു. നിങ്ങളാണ് എനിക്ക് ജീവിതത്തിന്റെ ആസ്വാദനം രുചിപ്പിച്ചത് എന്നും പറഞ്ഞിട്ട് നെറ്റിത്തടത്തിൽ അങ്ങ് ചുംബിക്കാണ്. സിർറി യൂസുഫ് തങ്ങൾ വീട്ടിലേക്ക് ആളെ വിട്ടു. വീട്ടിൽ നിന്ന് ആള് വന്ന് ഈ മനുഷ്യനെ ഭാര്യ അർമൽതനി വ അൻത ഹയ്യുൻ വ ഐതംത വലദക വ അൻത ഹയ്യുൻ, ഇവളിങ്ങനെ കരയാൻ തുടങ്ങി. നിങ്ങൾ ജീവിച്ചിരിക്കെ ഞാൻ വിധവയായി പോയല്ലോ, നിങ്ങൾ ജീവിച്ചിരിക്കെ നമ്മുടെ മകൻ, നമ്മുടെ കുട്ടി യതീമായി പോയല്ലോ എന്നവരിങ്ങനെ കരയാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിന്റെ ഈ വഴിവിട്ട ജീവിതത്തിൽ നിന്നൊക്കെ മാറിയിട്ട് നല്ല ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ ഞാൻ നിന്റെ കൂടെ വരാം, അല്ലെങ്കിൽ നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. അവര് പറഞ്ഞു, ഇല്ല, നമുക്ക് പഴയ വഴി തന്നെ ജീവിക്കാൻ, നല്ല രസകരമായ ജീവിതമല്ലേ. ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല, ജീവിതത്തിന്റെ ആസ്വാദനം എന്നെ രുചിപ്പിച്ചത് ഈ കാണുന്ന സിർറി തങ്ങളാണ്, അതുകൊണ്ട് ഞാൻ ആ വഴിയെ തെരഞ്ഞെടുക്കാണെന്നും പറഞ്ഞിട്ട് ആ മനുഷ്യൻ ഇറങ്ങി ഓടുകയാണ്. പിന്നീട് ആ മനുഷ്യനെ കണ്ടവരില്ല. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ സക്കറാത്തിന്റെ തൊട്ടു മുമ്പ് സിർറി യൂസുഫ് തങ്ങളെ കാത്തിരിക്കാണ് മരണം വരിക്കാൻ. വൃദ്ധയായ ഒരു സ്ത്രീ വന്നിട്ട് അറിയിക്കുന്നു, ഇന്നാലിന്ന സ്ഥലത്ത് ഒരാൾ അങ്ങ് വരാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്, മരണം വരിക്കാൻ വേണ്ടി. സുബ്ഹാനല്ലാഹ്, സിർറി യൂസുഫ് തങ്ങൾ എത്തലും അവിടുന്ന് മരണപ്പെടലും ആ ചെറുപ്പക്കാരന്റെ മയ്യത്തിന് നേതൃത്വം നൽകിയിട്ട് സിർറി യൂസുഫ് തങ്ങൾ പറയാണ്, മാത വലിയും മിൻ ഔലിയാ ഇല്ലാ, തെമ്മാടിയായി ജീവിച്ചിരുന്ന ഒരു മനുഷ്യന്റെ മയ്യത്തിന് നേതൃത്വം നൽകിയിട്ട് പറയുന്നു, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട വലിയാണ് ഇവിടെ വഫാത്തായതെന്ന്. എന്താ കാരണം? സിർറി യൂസുഫ് തങ്ങളുടെ വാക്ക് ഒന്ന് കേട്ടാ മതി. വന്നവരി മിൻഹും, അവരെ നോട്ടം ഒന്ന് കിട്ടിയാൽ മതി.
അതിനാണ് നമ്മൾ സിയാറത്തിന് പോകുന്നത്. അതാണ് ഈ മജ്ലിസിന്റെ വിജയം. അതാണ് നമ്മുടെ എല്ലാ അനുസ്മരണ സദസ്സുകളുടെയും വിജയം. അതാണ് അവരുടെ നോട്ടം ഉണ്ടാവും. ആ നോട്ടം കിട്ടിയാൽ അതിനാൽ വലിയ നിലനെ കൊടുത്തോവർ ദുനിയാവിലും ആഖിറത്തിലും ആ നോട്ടമാണ്. ആ നെളിർ എന്ന് പറയുന്നത് ഏറെ പ്രധാനപ്പെട്ടതാണ്. ആ നെളിറിന് വേണ്ടിയാണ്, ആ നോട്ടത്തിന് വേണ്ടിയാണ് നമ്മൾ എല്ലാവിധ ശ്രമങ്ങളും നടത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ശഅബാൻ മാസമാണ്, സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച് ചൊല്ലേണ്ട മാസമാണ്.